ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഒക്ടോബർ 20-ലേക്കാണ് ഹർജി മാറ്റിയത്. ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്നതിനാലാണ് ഹർജി മാറ്റിയത്. സ്റ്റേ മാറിയാൽ ഹർജിക്കാരന്റെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, വിശദാംശം. PVN ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണം നടത്തി MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണത്തിന് തീരുമാനമെടുക്കുന്നത്. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് MR അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തീരുമാനിച്ചിരുന്നത് ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ കേസ് വന്നപ്പോൾ അത് നീട്ടിവെക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചത്. സാങ്കേതികപരമായ ഒരു നടപടിയാണ്, നമ്മൾ പ്രതീക്ഷിച്ച ഒരു തീരുമാനം കൂടിയാണ്. ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ അന്വേഷണം തുടരാം, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തുടരാം എന്നുള്ള തീരുമാനം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഹർജിക്കാരനായ അഭിഭാഷകന്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ മൊഴി നൽകാൻ അതിലെ കക്ഷി ചേരാൻ തയ്യാറായിട്ടുണ്ട്. അൻവർ ഉൾപ്പെടെ ഇതിൽ കക്ഷി ചേരാൻ തയ്യാറായിട്ടുണ്ട്. അവരുടെയും മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അന്വേഷണമായി മുന്നോട്ട് പോകുക. സാങ്കേതികപരമായ ഒരു നടപടിയാണ് ഇത് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി.